നാസർ തുടരൂ. ഞാൻ നാസറിലേക്ക് വരാം. തിരുവനന്തപുരത്ത് നിന്ന് ഗോപാൽ ശിലാസനൽ കൂടി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഗോപാൽ, നാളെ പുലർച്ചെ 8:30 മണിയോടെ കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനം അതിനുശേഷം എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? മുഖ്യമന്ത്രി അടക്കം കൊച്ചിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ? അതെ രശ്മ, ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് പ്രകാരം നാളെ രാവിലെ 8:30 വിമാനം കൊച്ചിയിലേക്ക് എത്തിച്ചേരുമെന്നാണ്. ഇതിൽ 23, അതായത് ഈ ദുരന്തത്തിൽ മരണപ്പെട്ട 23 പേരുടെ മൃതദേഹങ്ങളും ഉണ്ടാകുമെന്ന് നോർക്ക ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. 23 പേരെ മൃതദേഹവും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഇങ്ങോട്ടേക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. രാവിലെ അവർ നേരിട്ടെത്തിയായിരിക്കും മൃതദേഹം ഏറ്റുവാങ്ങുക. നേരത്തെ നാസർ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റ് സന്ദർശനം നടത്താനുള്ളൊരു അന്തിമഘട്ടത്തിലേക്ക് വരെ തയ്യാറെടുപ്പുകൾ എത്തിയെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അത് റദ്ദാക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇവരുടെ മൃതദേഹം എയർപോർട്ടിൽ എത്തിച്ചതിന് ശേഷം അതത് വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസുകൾ നോർക്ക തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ കൃത്യമായി തന്നെ അടിയന്തരമായി ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരു നിർദ്ദേശം നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർക്കയ്ക്ക് നൽകിയതായി അറിയിച്ചിരുന്നു. ഇത് പ്രകാരം നോർക്ക റൂട്ട്സിന്റെ ആംബുലൻസ് ഫ്ലീറ്റ് തയ്യാറായിട്ടുണ്ട്. മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും വിവരം സംബന്ധിച്ച ഈ എംബസിയിൽ നിന്ന് കൃത്യമായ വിവരം ലഭിക്കുന്ന മുറയ്ക്ക് ഈ അതാത് വീടുകളിലേക്ക്, ജില്ലകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. കൂടാതെ തന്നെ എറണാകുളം ജില്ലാ കളക്ടർക്കാണ് ഇതിന്റെ ഏകോപന ചുമതല നൽകിയിട്ടുള്ളത്. ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന ജില്ലയിലേക്കുള്ള അതാത് ജില്ലാ കളക്ടർമാർക്കും ഇത്തരത്തിൽ മറ്റ് സജ്ജീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുവൈറ്റിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നാളെ നടത്താനിരുന്ന ലോകകേരള സഭയുടെ ഉദ്ഘാടനം വൈകുന്നേരം 3 മണിയിലേക്ക് മാറ്റി പുനഃക്രമീകരിച്ചിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കൊച്ചിയിലേക്ക് പോയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ സമയക്രമത്തിൽ ഏറ്റവും അവസാന നിമിഷം ഇത്തരത്തിൽ മാറ്റി റിവൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഷെഡ്യൂൾ നോർക്ക പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും നാളെ രാവിലെ തന്നെ കൃത്യമായി 8:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 23 മൃതദേഹങ്ങളും എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി 3 മൃതദേഹങ്ങളാണ് മൊത്തത്തിൽ കുവൈത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ ബാക്കിയുള്ളത്. ഇതിൽ 2 പേർ മലയാളികളാണോ എന്ന സംശയം കൂടി ഇപ്പോൾ നോർക്ക പറയുന്നുണ്ട്. പക്ഷെ അതൊരു ഔദ്യോഗിക സ്ഥിരീകരണമല്ല. അതിന് കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമേ അത് മൃതദേഹങ്ങൾ ആരുടേതൊക്കെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും മറ്റ് 23 മൃതദേഹങ്ങളും നാളെ രാവിലെ എത്തിക്കും. ഗോപാൽ, അല്പസമയം മുമ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചിരുന്നു. പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തത് കൊണ്ടാണ് പോകാൻ കഴിയാതിരുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞത്. സ്വാഭാവികമായും ഒരു മന്ത്രി അവിടെ എത്തുമ്പോൾ അത് തീർച്ചയായും ഈ പരിക്കേറ്റ ആളുകൾക്കൊക്കെ വലിയൊരു ആശ്വാസമാണ്. കാരണം നമ്മുടെ നാടിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണ് മന്ത്രി എന്ന് പറയുന്നത്. ഈ പരിക്കേറ്റ ആളുകളിലും മരിച്ചവരിലും ഒക്കെ കൂടുതലുള്ളത് മലയാളികളുമാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനെ ഒരു അനുമതി മന്ത്രിക്ക് നിഷേധിച്ചത്? അക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു പ്രതികരണം വന്നിട്ടില്ല എങ്കിൽ പോലും ഇത് പൊളിറ്റിക്കൽ ക്ലിയറൻസിന്റെ പ്രശ്നം തന്നെയാണ് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന അറിയിപ്പ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ സർക്കാർ ഇക്കാര്യം കേന്ദ്രത്തെ അറിയിച്ചിരുന്നു എന്നും എല്ലാ തരത്തിലുള്ള പേപ്പർ വർക്കുകളും ചീഫ് സെക്രട്ടറി തലത്തിലും റെസിഡൻസ് കമ്മീഷണർ തലത്തിലുമുള്ള എല്ലാ പേപ്പർ വർക്കുകളും കൃത്യമായി തന്നെ സമയബന്ധിതമായി തന്നെ അറിയിച്ചതുമാണ്. അവസാന നിമിഷം ഇത്തരത്തിൽ ഈ വിമാനത്താവളം വരെ എത്തി പോകുന്നതിന് മുൻപുള്ള മന്ത്രിയുടെ പ്രതികരണം എല്ലാം തന്നെ നമ്മൾ കണ്ടു. ഇനി യാത്ര തുടങ്ങുക എന്ന ഒരു ഇത് മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ്, അന്തിമഘട്ടത്തിൽ യാത്ര അനുവദിക്കാൻ കഴിയുകയില്ല എന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു അതൃപ്തി മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. കാരണം ഏറ്റവും അധികം പേർ 49 പേർ മരിച്ചിട്ടുള്ളതിൽ 23 പേര് മലയാളികളാണ്. ഈ മരണത്തിൽ അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ അത് ബാധിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിനാണ്. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ പ്രതിനിധി എന്ന തരത്തിൽ ആ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി പോകേണ്ടിയിരുന്ന മന്ത്രിയുടെ യാത്ര തടഞ്ഞതിൽ സംസ്ഥാന സർക്കാരിന് മുഴുവൻ മൊത്തത്തിൽ ഒരു അതൃപ്തി ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഗോപാൽ ശിലാസനിലാണ് വിവരങ്ങൾ നൽകിയത്. MC നാസർ വിവരങ്ങൾ നൽകാൻ തുടരുന്നുണ്ട്. നാസർ, ഈ മൃതദേഹങ്ങൾ നാട്ടിൽ എത്തിക്കുന്നത് എങ്ങനെയെന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായോ? അത് ഇന്ത്യൻ